തോന്നിവാസ മുദ്രാവാക്യം തെരുവിലൂടെ വിളിച്ച തൊടുപുഴയിലെ വികാരജീവികളായ മുസ്ലിം ലീഗുകാരെ ആ കമ്മിറ്റിയെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്തതായി ഇപ്പോഴൊരു വാർത്ത പുറത്തു വന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പറയുന്ന വി ഡി സതീശനെ പ്രഖ്യാപിച്ചപ്പോൾ വി ഡി സതീശൻ UDFൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒന്നെങ്കിൽ UDF അടിസ്ഥാനത്തിൽ ജാഥ നടത്തട്ടെ, അതുമല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ജാഥ നടത്തുന്നതിനൊക്കെ അപ്പുറം ലീഗിന് നടത്താൻ അവകാശമുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷേ ആ നടത്താൻ ഒരുമ്പിട്ടിറങ്ങി ഭരണം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ കേരളം വെറുക്കുന്ന, കേരളം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മുദ്രാവാക്യങ്ങൾ തെരുവിലൂടെ ഒരു ഹരിത പതാകയും പിടിച്ചുകൊണ്ട് നടന്ന് വിളിക്കുമ്പോൾ നിങ്ങളൊക്കെ കാണിക്കുന്ന കാളത്തരങ്ങളും തോന്നിയാസങ്ങളും മുസ്ലിം ലീഗിനെ മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവൻ മോശമാക്കുന്നതിനും അല്ലെങ്കിൽ വൃത്തികേടാക്കുന്നതിനും കാരണമാകുന്നതാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ ലീഗിൻ്റെ ബാനറും പിടിച്ച് കൊടിയും പിടിച്ച് നടക്കുന്നതിന് പകരം കഴുത്തിൽ പോത്തെന്നോ മറ്റോ ഒരു ബോർഡ് ഉണ്ടാക്കി എഴുതി ഇട്ടുകൊണ്ട് വേണം അത് കാണിക്കാൻ. അത് തന്നെ ഈ പറയുന്ന ഒരു വലിയ വൃത്തികേടായി എല്ലാ മാധ്യമങ്ങളും അവസരം കാത്തിരുന്ന് എടുത്ത് പണി പറ്റിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം സാന്ദർഭോചിതമായും സമയബന്ധിതമായും അക്കാര്യത്തിൽ ഇടപെട്ടതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. PMA സലാം അവരെ പുറത്താക്കും എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തതായി PK ഫിറോസിൻ്റെ അറിയിപ്പും പുറത്തു വന്നു. പാർട്ടിയുടെ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കാത്ത രീതിയിലും പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കിയതിനും പ്രകടനം നടത്തിയതിനും ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ്. അത്തരം വൃത്തികേടുകളെ അതേ രീതിയിൽ അമർച്ച ചെയ്യുവാനും ഒക്കെ കൂടി തയ്യാറാകണം. വിജയം വികാരമാകാം, പക്ഷേ അത് അമിത വികാരവും അവിവേകവും അനാവശ്യവും തോന്നിവാസവുമാണ് ആകാൻ പാടില്ല. ആരോടും, സ്വന്തം നേതാക്കളോടായാലും രാഷ്ട്രീയ എതിരാളികളോടായാലും. ഏതായാലും അതിന് സമയബന്ധിതമായി നടപടിയെടുത്ത് കൃത്യമായി അക്കാര്യത്തിൽ രംഗത്ത് വന്ന PK ഫിറോസിനെയും അതുപോലെ തന്നെ ലീഗിൻ്റെ മറ്റ് കമ്മിറ്റികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത്തരക്കാരെ അല്പം സമയം പോലും നൽകാതെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് പ്രചരിപ്പിച്ച BJP ഹാൻഡിലുകളോടാണ്. ഇത്തരം തോന്നിയാസങ്ങൾ കാണിച്ചാൽ, ഉപദ്രവിച്ചാൽ നിങ്ങൾ സ്ഥാനക്കയറ്റം നൽകുകയും രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുക്കുകയും പറ്റുമെങ്കിൽ വലിയ പദവി നൽകുകയും സ്വന്തം ആളുകളോട് നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവാദം നൽകുകയും ചെയ്യുന്ന രീതിയല്ല ലീഗ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നുകൂടി ചേർത്ത് പറയണം.